എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇപ്പോൾ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല. ലക്ഷ്മി കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രി സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ തൂക്കി വെക്കണം, അവൻ ചത്തതേ ചത്തു, ഇനി ഞാൻ എന്തിനെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി. ഇല്ല, ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവർ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുമോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുമോ, ഒന്നും ചെയ്യില്ല. എന്താണ് കാര്യമെന്ന് അറിഞ്ഞില്ല. അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹരിദാസ് എന്തോ പെട്രോൾ പമ്പിൽ ഞാൻ ഇത് കണ്ട കാര്യം പറയുന്നില്ല. ഹരിദാസ് എന്തോ ഞാൻ കണ്ടത് പുള്ളിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ സംസാരിക്കാത്തത്. ഹലോ ആൻഡ് ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ലക്ഷ്മിയുടെ നിശബ്ദത, നിങ്ങൾക്കിതിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അത് തന്നെയാണ്. എന്തുകൊണ്ട് ലക്ഷ്മി നിശബ്ദയാവുന്നു? ആദ്യമൊക്കെ നമുക്കിത് ന്യായീകരിക്കാൻ പറ്റുന്നൊരു നിശബ്ദതയായിരുന്നു. നമുക്കറിയാം, ഈ അപകടം നടക്കുന്ന 2018 വയലിനിസ്റ്റായിരുന്ന ബാലഭാസ്കർ ഗുരുവായൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ തിരുവനന്തപുരത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അതിവേഗതയിലായിരുന്നു അവർ സഞ്ചരിച്ചിരുന്ന കാർ. അതൊരു മരത്തിലിടിക്കുന്നു. ആ ആക്സിഡന്റിൽ ഗുരുതരമായി പരിക്കേക്കുന്ന ബാലഭാസ്കർ പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അന്നു മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകൾ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദ്യം ഡ്രൈവർ പറഞ്ഞിരുന്ന മൊഴി, വണ്ടി ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് കാറിലുണ്ടായിരുന്ന ആ അപകടത്തെ അതിജീവിച്ച ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി പറഞ്ഞത് ആ സമയത്ത് വണ്ടി ഓടിച്ചിരുന്നത് അർജുൻ തന്നെയാണെന്നാണ്. അപ്പൊ അന്നു മുതൽ തന്നെ നമുക്ക് ചില സംശയങ്ങൾ തോന്നി. പ്രത്യേകിച്ച് സംശയത്തിന്റെ മൂലം നീണ്ടത് സ്വർണ്ണക്കടത്ത് ലോബിയിലേക്കാണ്. പ്രകാശ് തമ്പി, ജിഷ്ണു തുടങ്ങിയ ഇദ്ദേഹത്തിന്റെ കയ്യാളുകളായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് പിടിക്കപ്പെട്ടു. അപ്പോൾ ഈ സംശയം കുറെ കൂടി ശക്തമായി. പക്ഷെ ഇതിന് പിന്നാലെ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, CBI അന്വേഷിക്കുന്നു. CBIയോട് ഒന്നുകൂടി അന്വേഷിക്കാനായിട്ട് കോടതി ആവശ്യപ്പെടുന്നു. ഏകദേശം 20ഓളം സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഒന്നുകൂടി അന്വേഷിക്കാനായിട്ട് CBIയോട് ആവശ്യപ്പെടുന്നു. അത് വീണ്ടും സമർപ്പിച്ചു എന്നാണ് കേട്ടത്. പക്ഷെ അതിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ലെന്ന് ബാലഭാസ്കറിന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി ലിങ്ക് ചെയ്യുന്നൊരു സംഭവം, സ്വർണ്ണ ലോബിയുമായിട്ട് ഇവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ അപകടത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ സംശയം കുറെ കൂടി ശക്തമാക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചിരിക്കുന്നു. ബാലുവിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ മറ്റൊരു സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട്, സ്വർണ്ണക്കടത്തല്ല, സ്വർണ്ണ കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു വിഷയത്തിൽ പിടിയിലായിരിക്കുന്നു. ഗോൾഡ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ സ്മഗ്ലേഴ്സിനെ ചേസ് ചെയ്ത മറ്റൊരു വിഭാഗം, ഇതേക്കുറിച്ച് ഞാൻ കണ്ടത് വേറൊരു റിട്ടയർഡ് SPയുടെ ഒരു ചാനലിലാണ്. അങ്ങനെ ഒരു ടീമുണ്ട്. ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നവരെ ചേസ് ചെയ്ത് അവരിൽ നിന്ന് സ്വർണം കടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അർജുൻ പിടിക്കപ്പെട്ട കേസിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വർണ്ണക്കടക്കാരൻ സഹോദരങ്ങൾ കട പൂട്ടിയതിനു ശേഷം സ്വർണ്ണമായിട്ട് പോകുന്ന സമയത്ത് ഇവരുടെ 2 വീലർ ഇടിച്ച് തെറിപ്പിക്കുന്നു, അവരുടെ നിന്ന് സ്വർണം കവരുന്നു, അതുമായിട്ട് പോയതിനു ശേഷം ആ കാർ ഉപേക്ഷിക്കുന്നു. അങ്ങനെ കവർച്ച നടത്തിയാളെ രക്ഷിച്ചത് അർജുനാണ്. ഈ രീതിയിലെല്ലാം നോക്കുമ്പോൾ ബാലുവിന്റെ കാർ അപകടകരമായ രീതിയിൽ ഓടിച്ചുകൊണ്ടുപോയ രീതി, അത് ചേസ് ചെയ്യപ്പെട്ടതാണോ? അങ്ങനെയുള്ള ഒരുപാട് ദുരൂഹതകളൊക്കെ നിലനിൽക്കുമ്പോഴും മൗനത്തിൽ തുടരുന്ന ഒരാളുണ്ട്. ഇതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം പറയാൻ പറ്റുന്ന ആളാണ് ബാലുവിന്റെ ഭാര്യ ലക്ഷ്മി. അവർ തുടരുന്ന മൗനം ഇപ്പോൾ കുറെ കൂടി ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആദ്യമൊക്കെ ആ അപകടത്തെ സർവൈവ് ചെയ്ത ആള്, ആ അപകടത്തിൽ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയ ഒരാൾ, അയാൾ അനുഭവിക്കുന്നൊരു ട്രോമ, ആ ഇടയ്ക്കൊക്കെ പോയി ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അവർക്ക് സഹകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അപകടം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അതേ ട്രോമയിൽ തന്നെയാണോ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് ഈ ബാലുവിന്റെ അച്ഛൻ നടത്തിയ പത്രസമ്മേളനവും കഴിഞ്ഞ ദിവസം ന്യൂസ് 8 നടന്ന ചർച്ചയും ഒക്കെ കണ്ടപ്പോൾ എനിക്കും ഈ വിഷയത്തിൽ എന്തൊക്കെയോ ഇവർക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു ചോദ്യമുണ്ടായത്. അതുകൊണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ പത്രസമ്മേളനത്തിലും ചർച്ചയിലും നടന്ന കാര്യങ്ങളാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഇല്ല, ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവർ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുമോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുമോ, ഒന്നും ചെയ്യില്ല. എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ. ഇപ്പം നമ്മൾ വിളിക്കാറില്ല അവരെ. അവർക്ക് താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാനൊന്നും. ഒരിക്കൽ ഞാൻ പോയിരുന്നു അവരുടെ വീട്ടിൽ. കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല, വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ തമ്മിൽ. പക്ഷെ ഞങ്ങൾ തമ്മിൽ ടേംസ് മോശമൊന്നുമല്ല, അവരുടെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവർ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ വലിയ കോപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനന്നും പോകുമായിരുന്നു. അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്തത്. കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകുന്നുള്ള പേടി. അത്ര വേറെ ഒന്നുമില്ല. അവസാനം പറഞ്ഞ കാര്യത്തിൽ കുറച്ചു നേരം മനസ്സുടക്കി നിന്നെങ്കിലും അങ്ങനെ ചിന്തിക്കാൻ തോന്നിയില്ല. പക്ഷേ ഇവരുമായിട്ട് എന്തിനാണ് ഒരു അകൽച്ച ലക്ഷ്മി സൂക്ഷിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇവര് കടന്നു പോകുന്ന ഒരു ട്രോമയെക്കുറിച്ച് നേരത്തെ സംസാരിച്ചല്ലോ. ആ ട്രോമയിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരാളല്ലേ ഈ അച്ഛൻ. ഒരിക്കലും ഒരു സിനിമയിൽ എന്തോ മറ്റോ പറയുന്ന ഒരു സംഭാഷണമാണെന്ന് തോന്നുന്നു. ലോകത്തെ ഏറ്റവും ഭാരമുള്ള വസ്തു എന്താണെന്ന് ചോദിക്കുമ്പോൾ സ്വന്തം മക്കളുടെ ശരീരമാണ് ഏറ്റവും ഭാരമുള്ള വസ്തു. ജീവനുള്ള ശരീരമല്ല, ജീവനില്ലാത്ത ശരീരം. നമുക്ക് ചുമക്കാൻ കഴിയാത്ത ഏറ്റവും ഭാരം അതിനാണ്. അത് ശരീരം ചുമക്കാൻ കഴിയില്ലെന്നല്ല, മനസ്സിൽ നമുക്ക് ആ ഭാരം ഒരിക്കലും താങ്ങാൻ കഴിയില്ല. അപ്പം അത്തരത്തിലൊരു വലിയ ഭാരം താങ്ങുന്നയാളാണ് ഈ അച്ഛൻ. മകള് നഷ്ടപ്പെട്ടൊരു വേദനയുള്ളതാണ് ലക്ഷ്മി. ഒരുപക്ഷെ ഇത്തരം സാഹചര്യത്തിൽ മുൻപെന്തൊക്കെയും സംഭവിച്ചോട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും ഒരു വിഷയം വരുമ്പോൾ തുല്യ ദുഃഖിതരായ രണ്ടുപേർ എന്തിനാണ് ഈ അകൽച്ച അവിടെ സൂക്ഷിച്ചു വെക്കുന്നത്? ആ ചർച്ചയിലെ ബാലുവിന്റെ സുഹൃത്ത് പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ശശികുമാർ സാറ് ലക്ഷ്മിയോട് വളരെ സ്നേഹമുള്ള ഒരു ആളായിരുന്നു ശശികുമാർ സാർ. അതായത് ബാലഭാസ്കറിന്റെ അമ്മാവൻ. അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു. മീര, ബാലഭാസ്കറിന്റെ ചേച്ചി, ദീർഘകാലമായ അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര. മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു. ലക്ഷ്മി ആരും തടയില്ല. ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായ വിമർശനങ്ങൾ ഉണ്ടാകും. ഇതാണ് എനിക്ക് കൂടുതൽ ട്രിഗർ ചെയ്തൊരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ജനനം, മരണം, ഇത് രണ്ടും മനുഷ്യർ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ മാറാനുള്ള സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ പാരൻസിനൊക്കെ എതിർത്ത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതുവരെയുള്ള പാരൻസിന്റെ ദേഷ്യം, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം പഴയതുപോലെയും. അതാണ് ജനനം എന്ന് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര വലിയ ശത്രുതയുള്ള ആൾക്കാരായിക്കോട്ടെ, ആ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെല്ലും. വേറെ എന്തൊക്കെ ദേഷ്യമുണ്ട്, എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും. ഇവരോട് വളരെ സ്നേഹം കാണിച്ചിരുന്ന ഒരു അമ്മാവൻ, ബാലുവിന്റെ അമ്മാവൻ മരണപ്പെട്ടു, അവിടെ പോയില്ല. രോഗാവസ്ഥയിലുള്ള ബാലുവിന്റെ സഹോദരൻ മരണപ്പെട്ടു, അവിടെ പോയില്ല. ഇപ്പോൾ ലക്ഷ്മിയുടെ ഒരു ട്രോമ നമുക്ക് മനസ്സിലാക്കാം. ട്രോമയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ദുഃഖത്തിൽ പങ്കുചേരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരാളുടെ ദുഃഖത്തിൽ ഒരു പക്ഷേ ഒരു ജീവിതത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ സമാന ദുരന്തം നേരിട്ടൊരു വ്യക്തിയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. കാരണം അവർക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മകൾ മരിച്ചൊരു അച്ഛനെ അവർക്ക് മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ തന്നെയും ബാലുവിനെ ഏറ്റവും സ്നേഹിച്ചിരുന്ന അമ്മാവ് മരിക്കുമ്പോൾ ഒരു ബേസിക് കർട്ടസിയല്ല അവിടെ ചെന്ന് നോക്കുക എന്നുള്ളത്. അതൊന്നും കാണിക്കാതിരിക്കുമ്പോൾ എന്തോ ഇവർ ട്രോമയിലായത് കൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു സീക്വൻസിന്റെ ഭാഗമാണ് ഇതെന്ന് എടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരുടെ സുഹൃത്ത് തുടർന്ന് പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു കാര്യം. ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ 1-2 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇപ്പോൾ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല. ലക്ഷ്മിയെ കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രി സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ തൂക്കി വിൽക്കണം, അവൻ ചത്തതേ ചത്തു, ഇനി ഞാൻ എന്തിനെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി. ബാലഭാസ്കറിന്റെ സുഹൃത്തിനോട് ലക്ഷ്മിക്ക് മിണ്ടാതിരിക്കാം, സംസാരിക്കാതിരിക്കാം, കാണാതിരിക്കാം, ഫോൺ നമ്പർ പുതിയത് കൊടുക്കാതിരിക്കാം. ഇതിലൊന്നും ഒരു അപാകതയും ഞാൻ കാണുന്നില്ല. ഇതിൽ പറഞ്ഞൊരു കാര്യം, ബാലഭാസ്കറിന്റെ ആക്രി സാധനങ്ങൾ, ഈ ആക്രി സാധനം എന്ന പ്രയോഗം എങ്ങനെയാണ് ഇത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നത്? ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന വ്യക്തിക്ക് ഈ ആക്രി സാധനം എന്ന വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾക്ക് വേറെ തെളിവുകളൊന്നുമില്ല, ഇങ്ങനെ സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡിങ്സ് ഒന്നുമില്ല. പക്ഷെ ഒരു ന്യൂസ് ചാനൽ അദ്ദേഹം വന്നിരുന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ ഒരു ഉത്തരവാദിത്വത്തോടെ പറയുകയാണെന്ന ധാരണയിലാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ബാലഭാസ്കർ എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനോട് ആരാധനയുള്ളവരുണ്ട്. എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കരമായ അസൂയുള്ള ആരാധനയാണ്. കാരണം എനിക്ക് പൊളിറ്റിക്സും മ്യൂസിക്കും ഫുട്ബോളും ഒരേപോലെ എനിക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു റിമേറ്റ്സ് നമ്മുടെ അടുത്തുണ്ടാകുമ്പോൾ ശത്രുവിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഇത് ആക്രസാധനമാണെന്ന്. അദ്ദേഹത്തോട് ഒരു ചെറിയ സ്നേഹം മതി. ഒരു 2-3 പാട്ട് കേട്ടപ്പോൾ ഒരു സ്നേഹം എന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പുള്ളി ആ വയലിൻ ഇങ്ങനെ വായിക്കുന്നത് കേട്ടപ്പോൾ തോന്നിയ ഒരു ചെറിയ സ്നേഹം. ആ ചെറിയ സ്നേഹമുള്ള ആൾക്ക് പോലും പറയാൻ കഴിയില്ല ആക്രിസാധനമാണെന്ന്. അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ച ചേതോ വികാരത്തെക്കുറിച്ചാണ് എനിക്ക് ദേഷ്യം തോന്നുന്നത് മനസ്സിൽ. ബാലുവിൻ്റെ വീട്ടുകാരുടെ മിണ്ടാതിരിക്കുക, ബാലുവിൻ്റെ അമ്മാവ് മരിച്ചപ്പോൾ പോകാതിരിക്കുക, രോഗാവസ്ഥയിലുള്ള സഹോദരി മരിച്ചപ്പോൾ കാണാതിരിക്കുക. ഇത് കേട്ടതിന് ശേഷം ഈ ഭാഗത്തേക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ എന്തൊക്കെ ഒരു അപാകതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. യഥാർത്ഥ ട്രോമയിലൂടെ തന്നെയാണ് അവർ കടന്നു പോയിരുന്നത്, അല്ലെങ്കിൽ ആ ട്രോമയെ അവർ ഓൾറെഡി അതിജീവിച്ച് കഴിഞ്ഞോ? ട്രോമ ഇല്ലാതിരിക്കില്ല, എല്ലാവർക്കും ഉണ്ടാവും. അത് ചെറിയ തോതിലായിരിക്കും, വലിയ തോതിലായിരിക്കും, അതിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. ചിലർ പെട്ടെന്ന് ഓവർകം ചെയ്യും, ചിലർ കുറെ കാലം കഴിഞ്ഞ് ഓവർകം ചെയ്യുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു പാറ്റേണിൽ ബിഹേവ് ചെയ്യണം, ഇങ്ങനെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അതിന് ഓവർകം ചെയ്തു കഴിഞ്ഞു എന്ന് ചിന്തിക്കാനാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും അവസാനം ഇദ്ദേഹം പറഞ്ഞ കാര്യം, അപ്പം മരിച്ചതോ മരിച്ചു, പിന്നെ നമ്മളിതിൻ്റെ പിന്നാലെ പോകണം.
അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വിചാരിക്കാൻ കഴിയുമോ? പോട്ടെ, ബാലുവിൻ്റെ കാര്യം മാറ്റി നിർത്തൂ. ബാലുവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഭർത്താവാണ്, രക്തബന്ധമൊന്നുമല്ല, മകള്. അതെ, എത്രയൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഒരച്ഛനെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അമ്മയെന്ന നിലയിൽ നമ്മൾക്കൊരിക്കലും ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മുറിച്ചിടാൻ പറ്റുന്നൊരു കാര്യമാണ് മക്കളുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്. മകള് മരണപ്പെട്ട കാര്യത്തിൽ അതിൻ്റെ പിന്നാലെ പോകണമെന്ന് ഒരമ്മയ്ക്കും തോന്നില്ലേ? അല്ലെങ്കിൽ അതും പോയത് പോട്ടെ, ഞാനെന്തിനാ അതിൻ്റെ പുറകെ പോകണം, എൻ്റെ കാര്യമില്ലെന്ന് വിചാരിക്കുമോ? അങ്ങനെ വിചാരിക്കാൻ പറ്റാത്ത ഒരാൾ മറുവശത്തുണ്ടേ, ബാലുവിൻ്റെ അച്ഛൻ. അദ്ദേഹം എപ്പോഴും ഇതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് CBI റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ട് തള്ളണമെന്ന് ഹർജി കൊടുത്തു, അത് കോടതി തള്ളി. പിന്നീട് പുനരന്വേഷണം ആവശ്യമായിട്ട് വീണ്ടും പോയി. ഇപ്പോൾ രണ്ടാമത് അതിൻ്റെ അന്വേഷണം കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തെന്ന് പറയുന്നു. അങ്ങനെ വിടാതെ പിന്തുടരുന്ന ഒരു അച്ഛൻ അവിടെയുണ്ട്. മകള് മരിച്ചതിൽ വിടാതെ പിന്തുടരുന്ന ഒരു അമ്മയെ നമ്മൾ കാണേണ്ടതല്ലേ? ഭർത്താവിൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ നവീൻ്റെ കേസ് കണ്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർക്കും ഈ ട്രോമയെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, അവരൊരു സാധാരണ സ്ത്രീ എപ്പോഴാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷെ ആ സ്ത്രീ ഫൈറ്റ് ചെയ്യുകയാണ് നീതിക്ക് വേണ്ടി. പിന്നെ ഞാൻ ഈ ടെർമിനോളജി കേൾക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആ മരണത്തിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാനുണ്ടെങ്കിൽ, തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്സിഡന്റിന് ശേഷം ക്ലെയിം ചെയ്യാവുന്ന ഇൻഷുറൻസ്, ആ ഇൻഷുറൻസ് തുക കിട്ടാനുള്ള കാലതാമസം ഉണ്ടാക്കുമെന്നൊരു ചിന്ത ആർക്കെങ്കിലും ഇവരുടെ ചെവിയിൽ ഓതിക്കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം നടന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഓതിക്കൊടുത്തതിന്റെ പിന്നാലെയാണോ പോയവരോ പോയി നിങ്ങളാ ജീവിക്കാനുള്ളത്? പക്ഷേ ഇതൊരു കേസാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ ഇപ്പോൾ ഈ തുകയൊക്കെ വൈകുമെന്ന രീതിയിൽ ഏതെങ്കിലും ഉപദേശം ഇവർക്ക് കിട്ടിയിട്ടാണ് ഇവർ പറയുന്നത്. പോയെങ്കിൽ പോയി. ഇപ്പം ഞാൻ അവരുടെ അച്ഛൻ പറഞ്ഞ കാര്യം ഒന്ന് കേൾപ്പിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ, ഇൻഷുറൻസിൻ്റെയൊക്കെ. അത് നമ്മൾ ക്ലെയിം ചെയ്യാനൊന്നും പോയൊന്നുമില്ല. ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, നമുക്കെന്താ ഒബ്ജക്ഷൻ? നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു, അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം, നമുക്ക് കിട്ടിക്കോട്ടെ, നമുക്കതിൽ എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എത്ര രൂപ കിട്ടി? ഒരു പോളിസി തന്നെയാണ്ട് 1,12,00,000 രൂപയെ 22 ലക്ഷം രൂപ മറ്റേ ഒരൊറ്റ പോളിസിയിൽ കിട്ടി. പിന്നെ ഇരട്ടി പൈസയാണല്ലോ ആക്സിഡൻറ്റിന്. അവർക്ക് ഒരുപാട് രൂപ കിട്ടിയില്ലെന്നാണ് അറിവ്. എത്രയുണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല, അറിഞ്ഞും കൂടാ. ഇപ്പം ഇത്രയൊക്കെ ഭീമമായ തുക ലഭിക്കേണ്ടതുണ്ട്, അതിനുള്ള ചില പ്രോസസ്സ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് പോയ ആൾക്കാർ തിരിച്ചു വരില്ല എന്ന രീതിയിൽ ഉപദേശം കൊടുത്തു എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അത്തരത്തിലുള്ള ഉപദേശം കേട്ടിട്ടാണ് അവർ വീണ്ടും ഇത് ആവർത്തിക്കുന്നത്. ബാലു മരിച്ചതോ മരിച്ചു, പിന്നെ ഇതിന്റെ പിന്നാലെ പോകുന്നത്. അതൊക്കെ പോട്ടെ, പക്ഷെ ഈ ആക്രി പ്രയോഗം വല്ലാതെ അസ്വസ്ഥത ഉണ്ടാകുന്നൊരു പ്രയോഗമാണ്. അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നത് കേൾപ്പിച്ചു തരാം. ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ 90% അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ. കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന, ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ്. ലക്ഷ്മിക്ക് അറിയാം. സഹതാപത്തിന്റെ മൂടുപടം കൊണ്ട് മൂടാതെ 6 വർഷം കഴിഞ്ഞു. ലക്ഷ്മിയോട് ചോദിക്കുക. ലക്ഷ്മിയോട് ചോദിക്കേണ്ടത്, ലക്ഷ്മിക്ക് അറിയേണ്ടതുമായ ചില കാര്യങ്ങൾ അതുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ വിഷയത്തിൽ ഇടപെട്ട ഒരാളുണ്ട്, കലാഭവൻ സോബി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹമാണ് ബാലഭാസ്കർ ആക്രമിച്ചത് കണ്ടു എന്ന് പറഞ്ഞാൽ. ഈ അപകടം നടക്കുന്നതിന് മുമ്പ് ഒരു പെട്രോൾ ബങ്കിനടുത്ത് വെച്ച് ഈ കാറിന് ചുറ്റും നടക്കുന്ന വാക്കുതർക്കത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, കാറിന് ചില്ലടിച്ച് തീർക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ഈ ഇവരുടെ മൗനത്തെക്കുറിച്ച് പറയുന്നത് അതുകൂടി ഒന്ന് കേട്ടതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ഇവർക്ക് പറയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിന് 5 കിലോമീറ്റർ മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ വാഹനം ആക്രമിക്കപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. അതിൽ തന്നെയാണ് ഈ കാറിന്റെ ബാക്കി ചില്ല അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടത്. CBIയും ക്രൈംബ്രാഞ്ചിനോടൊക്കെ ഞാൻ ആ ചില്ല എങ്ങനെ പൊട്ടിയെന്ന് വെച്ചപ്പോൾ അവർക്ക് അതിന് മാത്രം മറുപടി ഉണ്ടായില്ല പറയാനായിട്ട്. ആ ചില്ല് പൊട്ടിച്ച് കണ്ട് ആരും ഇന്ന് വരെ മൊഴി പറഞ്ഞിട്ടില്ല. ഇതെല്ലാമാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ കിടന്ന പമ്പിന്റെ അവിടെ നിന്ന് 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അപകടം നടക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇടിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഡബിൾ ഇൻഡിക്കേറ്റർ ഒരു കാർ ഓൺ ഞെക്കി പിടിച്ചോണ്ട് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുക. നമുക്ക് അതിന്റെ വണ്ടി എന്താന്ന് പോലും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല. ഒരു ചുവന്ന വണ്ടി പാഞ്ഞു പോണാണ്ട് ഏകദേശം സിക്ക് കണക്കാണെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 കിലോമീറ്റർ കൂടി മുന്നോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഈ വണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ഞാൻ കാണുന്നത്. അവിടെ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഇവിടെ ആക്രമിക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു 12ഓളം പേരുണ്ട്. അവരും അത് കൂടാണ്ട് ഒരു 5-8 പേരും കൂടി ഏകദേശം ഒരു 19 പേര് കാണും അവിടെ നിൽക്കണ, റോഡിൽ വടിവാളായിട്ട് നിൽക്കണ സീനിലാണ് ഞാൻ ചെല്ലണത്. അവിടെ വണ്ടി നിർത്താൻ നോക്കുമ്പോൾ അവർ അസഭ്യമായിട്ടുള്ള ഭാഷയിൽ എന്നോട് സംസാരിച്ച് ഞാൻ ഡോറ് തുറന്നപ്പോൾ അത് തല്ലി അടച്ച് ഓടിച്ചിട്ട് എന്നെ വിടുകയത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കാറ് എന്റെ ചില്ല് പൊട്ടിയത് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ആക്രമിച്ച വണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്തത് എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ലക്ഷ്മി അവിടെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ. സത്യത്തില് ഇതുകൂടി പ്ലേ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇദ്ദേഹം പറയുന്നത് കുറെ കൂടി ക്ലോസറായിട്ട് ആരോ കണ്ടിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. ഇദ്ദേഹം അപകടം കണ്ടിട്ടില്ല, പക്ഷെ അതിന് മുന്നേ ഉള്ള ചില സംഭവങ്ങൾ, പിന്നെ അവിടെ ചെന്നിട്ട് കണ്ട ചില സംഭവങ്ങൾ. ഇത് കൂടെ അദ്ദേഹം ആഡ് ചെയ്തൊരു കാര്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു ബൈക്ക് എൻഫീൽഡ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ മുന്നോട്ട് തള്ളി, കാലുകൊണ്ട് തള്ളി മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പൊതി വാങ്ങിയിട്ട് ഒരു വ്യക്തി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നു. ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അത് പണ്ടേതോ വാർത്തയിൽ കേട്ടൊരു ഓർമ്മയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, തർക്കത്തെക്കുറിച്ചൊരു കാര്യം, ഇവർ ചേസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നുള്ളതൊരു കാര്യം, ഇവരുടെ വണ്ടി ഓടിച്ചിരുന്നത് ആരാണ്, അത് അർജുനാണെന്ന് പറയുന്നു. പക്ഷേ ഈ അപകടം നടന്ന സ്ഥലത്തുള്ള ആളുകൾ പറയുന്നു അല്ല, ഒരു തടിയുള്ള വേറൊരു വ്യക്തിയാണ് ഓടിച്ചിരുന്നതെന്ന് പറയുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, എന്തിനാണ് ഇവർ വളരെ പെട്ടെന്ന് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയത്? ഗുരുവായൂർ അമ്പലത്തിൽ ദർശനത്തിന് വേണ്ടി വന്നവരാണ് ഇവർ. അന്ന് രാത്രിക്ക് രാത്രി തിരുവനന്തപുരത്തേക്ക് പോകുന്നതിൻ്റെ ഒരു അർജൻസി എന്തായിരുന്നു? അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നൊരു കാര്യം ഒരു സിനിമയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു അർജൻസിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് ഇദ്ദേഹം അതിന്റെ മ്യൂസിക് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പാട്ടിനുവേണ്ടി ലിറിക്സ് ചെയ്ത ആളും പറഞ്ഞ് അങ്ങനെ ഒരു അർജൻസി അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അർജൻസിയല്ല, പിന്നെ എന്തിനാണ് രായ്ക്ക് രാമാന ഇവിടെ നിന്ന് പോയത്? അതിന് ഉത്തരം പറയാൻ പറ്റുന്ന ആള് ലക്ഷ്മിയാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ ചേസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ റിട്ടയർഡ് എക്സ്പി പറഞ്ഞ കാര്യം. ഇപ്പോൾ ബാലഭാസ്കർ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ നമുക്കറിയില്ല, അദ്ദേഹത്തിന്റെ വണ്ടിയിൽ സ്വർണം ഉണ്ടായിരുന്നു പറയുന്നത്. പിന്നീട് ഭാര്യ പറഞ്ഞത് അതിലുണ്ടായിരുന്നത് ഇവരുടെ ആഭരണങ്ങളും പണവുമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ സ്വർണ്ണക്കടത്ത് അങ്ങനെയല്ല നമ്മൾക്കറിയാം. അത് ചിലപ്പോൾ ബിസ്ക്കറ്റിന്റെ രൂപത്തിലായിരിക്കും, സ്വർണ്ണ കട്ടിയുടെ രൂപത്തിലായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ആരെങ്കിലും ചേസ് ചെയ്യപ്പെട്ടിരുന്നോ? അതിനുത്തരം പറയാൻ പറ്റുന്ന ആള് ഇവരാണ്. പെട്രോൾ പമ്പിന് മുൻപിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. എന്തിനാണ് ആക്രമിക്കപ്പെട്ടത്? എന്താണ് ആക്രമികൾ ആവശ്യപ്പെട്ടത്? ആ ഗ്ലാസ് തല്ലി ഉടച്ചെന്ന് പറയുന്നു. ഇവർ ഉറക്കത്തിലാണെങ്കിൽ പോലും, ഇപ്പം ഇത്രയും ദൂരമായല്ലോ, തൃശ്ശൂരിൽ നിന്ന് വരികയാണ്, തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഉറക്കത്തിലാണെങ്കിൽ പോലും ഒരു വലിയ ബഹളം ഉണ്ടാകുമ്പോൾ എഴുന്നേറ്റ് ഇവർ കേൾക്കേണ്ടതല്ലേ ഈ സംഭവം? ഇവർക്ക് പറയാമല്ലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഈ സോബി പറയുന്ന തെറ്റാണ്. ഇവർ പറയുന്നു വണ്ടി ഓടിച്ചിരുന്നത് അർജുനാണ്. അർജുൻ പറയുന്നു വണ്ടി ഓടിച്ചിരുന്നത് ബാലുവാണ്. അവിടെ എത്തിയ ആളുകൾ പറയുന്നത് വണ്ടി ഓടിച്ചിരുന്ന ഒരു തടിയുള്ളൊരു വ്യക്തിയാണ്. ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ കഴിയുന്ന ഇതിലെ സർവൈവർ ആയിട്ടുള്ള ലക്ഷ്മിയാണ്. അർജുൻ സത്യം പറയുന്നത് വിചാരിക്കണ്ട. ഇവർക്ക് പറയാമല്ലോ, ഇവർക്കൊരു പ്രതിബദ്ധതയില്ല. ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രതിബദ്ധതയില്ലേ? ഒന്നും വേണ്ട, ഒരു കലാകാരനോട് തോന്നുന്നൊരു പ്രതിബദ്ധത ഇവർക്ക് കാണിക്കാമല്ലോ, ബാക്കിയൊന്നും കാണിക്കണ്ട. 2018 to 2024 6 വർഷം ആവശ്യത്തിനായി. ഇത്രയും വർഷം കൊണ്ട് ഒട്ടും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ലെന്ന് പറയുന്നത് വളരെ അസ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ലക്ഷ്മി തുറന്ന് സംസാരിക്കണം. അതിലൊരു ഉപേക്ഷയും വിചാരിക്കരുത്. ക്രിസ്ത്യാനിറ്റിയിൽ 4 രീതിയിലാണ് പാപം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ഒന്ന്, വിചാരം കൊണ്ട് നമ്മളൊരാളെ കൊല്ലണമെന്ന് ചിന്തിക്കുക, ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു ആലോചനയിൽ ഭാഗമാകുക. വാക്കുകൊണ്ട് ഒരാളെ അസഭ്യം പറയുക, അയാൾക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുക, കള്ളസാക്ഷി പറയുക, കള്ളം പറയുക. പ്രവൃത്തി കൊണ്ട് മോഷ്ടിക്കുക, കൊല്ലുക. ഇതല്ലാതെ 4മത്തെ കാര്യമുണ്ട്, ഉപേക്ഷ കൊണ്ട്. നിങ്ങളെ മനസാക്ഷിയോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കാര്യം. നിങ്ങളെപ്പോലെ തന്നെ തുല്യ ദുഃഖിതനായ ഒരു മനുഷ്യൻ മറ്റു വശത്തുണ്ടേ. നിങ്ങൾ ഏത് ട്രോമിലൂടെയാണ് കടന്നു പോകുന്നത്, അതേ ട്രോമിലൂടെ കടന്നു പോകുന്ന ഒരു പിതാവാണ് ഈ സൈഡിലിരിക്കുന്നത്. അദ്ദേഹത്തോട് നിങ്ങളൊരല്പം ദയ കാണിക്കണം. ഈ വിഷയത്തിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാലുവിൻ്റെ പാരൻസിനോട് മിണ്ടാതിരിക്കാം, വീട്ടിൽ പോകാതിരിക്കാം, അവരുടെ വീട്ടിലൊരു ദുരന്തം നടക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കാം. അതിനൊക്കെ ഒരല്പം വേദനയോടെ ചിലപ്പോൾ അവരെ വീട്ടുകാർ നോക്കിക്കാണുമായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത ഈ വിഷയത്തിൽ കാണിക്കുന്ന മൗനമാണ്. നിങ്ങളുടെ ഭാഗത്ത് ഈ വിഷയത്തിലൊരു നീതി അച്ഛൻ അർഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ വാ തുറന്ന് സംസാരിക്കുമ്പോഴുണ്ടാവുന്ന നീതിയാണ്. ഇനിയിപ്പോൾ ചിന്തിക്കാവുന്ന മറ്റൊരു കാര്യം, ഈ മൗനം ഏതെങ്കിലും മാഫിയയുടെ ഭീഷണി കൊണ്ടാണോ എന്നുള്ളതാണ്. അപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത് സംശയാസ്പദമായ രീതിയിലാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.